ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാള്, നമ്മളൊരു വിഷമഘട്ടത്തിലൂടെ പോകുമ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്, അതോടൊപ്പം തന്നെ മ്യൂച്വൽ ആയിട്ട് റെസ്പെക്ട് ഉള്ള ഒരു വ്യക്തി. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആഗ്രഹം. പക്ഷെ പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കില്ല ആ വ്യക്തി നമ്മളോട് തിരിച്ചു പെരുമാറുന്നത്. പ്രത്യേകിച്ചും പല കാരണങ്ങൾ ഉണ്ടായെങ്കിലും നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികൾ അവരുടേതായിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷതകൾ കാണും. അവരെപ്പോഴും ആ ഒരു രീതിയിൽ മാത്രമേ ബിഹേവ് ചെയ്യുള്ളൂ. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാനും അല്പം ബുദ്ധിമുട്ടാണ്. പക്ഷേ എന്തൊക്കെ ഇത് ഉണ്ടായെങ്കിലും ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മളൊന്നും മനസ്സിലാക്കി നമുക്ക് വേണ്ടി ഒരു അല്പസമയം മാറ്റിവെച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രാധാന്യം ഒരു സെൽഫിന് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അധികം ഹാംഫുള്ളും അല്ലെങ്കിൽ ഇമോഷണലി ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഒക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു നാർസിസിസ്റ്റിക് ഹസ്ബൻഡ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവം എങ്ങനെയുള്ളതാണ് എന്ന് നോക്കാം. ലാക്ക് ഓഫ് എമ്പതി. നിങ്ങൾ അതികഠിനമായിട്ടുള്ള ഒരു മാനസിക വിഷമത്തിലൂടെ കടന്നു പോവുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചു. ആ ഒരു കാര്യം നിങ്ങളുടെ ഹസ്ബൻഡിനോട് നിങ്ങൾ പറയുമ്പോൾ ആ വ്യക്തി അതിന് യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുകയോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതെ പാടെ നിങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, ഇതിന് എന്താണ് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്, ഒന്നും അല്ല എന്നുള്ള രീതിയിൽ എപ്പോഴും നിങ്ങളെ അവോയ്ഡ് ചെയ്ത് അല്ലെ ഈ ഒരു രീതിയിലുള്ള പാറ്റേൺ ആണ് അവർ കാണിക്കുന്നതെങ്കിൽ അത് ഈ NPD അല്ലെങ്കിൽ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആളുകളുടെ സ്വഭാവമാണ്. നീഡ് ഓഫ് കോൺസ്റ്റന്റ് അഡ്മിറേഷൻ. എപ്പോഴും എന്നെ എല്ലാവരും പുകഴ്ത്തി പറയണം, അല്ലെങ്കിൽ ഞാൻ ഒരു ചെറിയ കാര്യം ചെയ്താലും അത് വലിയ കാര്യമാണ്, അതിൽ തന്നെ എല്ലാവരും എപ്പോഴും എന്നെ പ്രശംസിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഒരു വലിയ കാര്യമാണ് ചെയ്തത് അല്ലെങ്കിൽ നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ NPDയിൽ വരുന്ന ഹസ്ബൻഡുകൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും വൈഫൊക്കെ ആണ് എങ്കിൽ എപ്പോഴും അവരെ കുറിച്ച് നല്ലത് മാത്രമേ പറയാവുള്ളൂ. എന്തെങ്കിലും ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ആ ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞാൽ അവർക്കത് മതി. പിന്നീട് അവരുടെ ആ ഒരു സ്വഭാവം മാറും, അവരാകെ അസ്വസ്ഥരാകും, നമ്മളോടുള്ള ബിഹേവിയർ ആകെപ്പാടെ മാറുന്നത് ഈ ഒരു സ്വഭാവം ഉള്ളവരുടെ പ്രത്യേകതയാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് താനാണ് ശരി എന്നുള്ള ഒരു മനോഭാവം. ഞാൻ ചെയ്യുന്നത് എന്തോ അതെല്ലാം ശരിയാണ്. അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു തെറ്റുണ്ടായെങ്കിൽ പോലും അവർ അത് അംഗീകരിക്കുകയോ അത് അക്സെപ്റ്റ് ചെയ്യുകയോ ഒരിക്കലും ചെയ്യില്ല. പകരം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും, അതെന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല, നിങ്ങൾ ചെയ്തതിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ എന്ന വ്യക്തി ശരി മാത്രമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇവർക്കുണ്ട്. ഇമോഷണൽ മാനിപ്പുലേഷൻ. നമ്മൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ നിനക്കൊന്നും അറിയില്ല, നീ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ തെറ്റ്, എന്നോടുള്ള നിന്റെ പെരുമാറ്റം ശരിയല്ല, എന്നേക്ക് വേണ്ടിയിട്ട് എന്നെ നീ മനസ്സിലാക്കുന്നില്ല, എനിക്ക് വേണ്ടി നീ ഒന്നും ചെയ്തു തരുന്നില്ല, ഇങ്ങനെ നമ്മളിൽ എപ്പോഴും കുറ്റബോധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം കാണിക്കുന്നത് ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെയുള്ള ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരും. അങ്ങനെ പതിയെ പതിയെ നമ്മളുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും അവര് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. കൺട്രോളിങ് ബിഹേവിയർ. അമിതമായിട്ടുള്ള നിയന്ത്രണം ഭാര്യമാരുടെ മേൽ ഏൽപ്പിക്കുന്നത് ഈ NPD തരത്തിൽ സ്വഭാവങ്ങളുള്ള ഹസ്ബൻഡ്സിന്റെ ഒരു പ്രത്യേകതയാണ് എന്ന് പറയാം. ആദ്യമൊക്കെ നമുക്കിത് വളരെ കെയറിങ് ആയിട്ട് തോന്നും, പക്ഷെ പതിയെ പതിയെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിന് വളരെയധികം വിലങ്ങേർപ്പെടുത്തിയ ഒരു ഫീലിങ്സ് നമുക്കുണ്ടാവും. അതായത് നമ്മുടെ വസ്ത്രധാരണം എങ്ങനെയായിരിക്കണം, നമ്മൾ എന്ത് വസ്ത്രം ധരിക്കണം, എന്ത് വസ്ത്രം വാങ്ങിക്കണം, ആരോടൊക്കെ നമ്മൾ സംസാരിക്കണം, നമ്മുടെ സുഹൃത്തുക്കൾ ആരായിരിക്കണം, നമ്മളുടെ സാമ്പത്തികം എങ്ങനെയാ, അതായത് പണം എങ്ങനെ നമ്മൾ, ഇതിന്റെ എല്ലാം നിയന്ത്രണം ഈ വ്യക്തികളുടെ കയ്യിലായിരിക്കും. എപ്പോഴും നമ്മളെ നിയന്ത്രിച്ചുകൊണ്ട് ഉള്ള ഒരു മനോഭാവം, അതായത് ഒട്ടും സ്വയമേ ചിന്തിക്കുവാനോ അല്ലെങ്കിൽ പ്രവർത്തിക്കുവാനോ ഉള്ള സ്വാതന്ത്ര്യം ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഭാര്യമാർക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ NPD ഹസ്ബൻഡ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അവർ പുറത്ത് വളരെ നല്ല വ്യക്തികളായിരിക്കും, വളരെ സൗമ്യതയോടെയും മാന്യതയോടെയും മറ്റുള്ളവരോട് നന്നായി ഇടപെടുന്ന ഒരു വ്യക്തിയായിരിക്കും. പക്ഷെ വീട്ടിലാണ് അവരിങ്ങനെയുള്ള സ്വഭാവ സവിശേഷതകൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊക്കെ അനുഭവിക്കുന്ന ഭാര്യമാര് അത് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് വാസ്തവം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതയാണ് ഭാര്യമാരെ എന്തെങ്കിലും ഒരു നേട്ടം അവരുടെ ലൈഫിലോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ അവരെ ഒന്ന് പ്രശംസിക്കാൻ കിട്ടുന്ന ഒരവസരവും അവർ യൂസ് ചെയ്യത്തില്ല. മാത്രമല്ല അവരെ എപ്പോഴും താഴ്ത്തി കെട്ടുക, ഈ നേട്ടമൊന്നും വലിയ കാര്യമൊന്നുമല്ല എന്നുള്ള രീതിയിലായിരിക്കും എപ്പോഴും സംസാരം. പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരവും ഇക്കൂട്ടർ കളയില്ല.
എപ്പോഴും വിമർശനവും കുറ്റപ്പെടുത്തലും മാത്രം. അതേസമയം സ്വന്തം തെറ്റുകൾ ഒരിക്കലും അംഗീകരിക്കില്ല. ഒരു സോറി പോലും പറയാനായിട്ട് ഇത്തരത്തിലുള്ള സ്വഭാവ സവിശേഷതകളുള്ളവർ തയ്യാറാകുകയില്ല. അതുപോലെ തന്നെ ഒരു ദിവസം ചിലപ്പോൾ സ്നേഹത്തോടെ നല്ല സ്വഭാവമായിരിക്കും, അടുത്ത ദിവസം ഇത്തരത്തിലുള്ള ഒരു തണുപ്പൻ പ്രതികരണം, അല്ലെങ്കിൽ നമുക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ നമ്മൾ പറയുന്ന ഒന്നും അംഗീകരിക്കുകയോ കേൾക്കുകയോ ഒന്നും ചെയ്യാത്ത സ്വഭാവ സവിശേഷതകൾ ഉള്ള വ്യക്തികളായിരിക്കും ഈ NPD ഉള്ള വ്യക്തികൾ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഹസ്ബൻഡ് ആണ് നമ്മളുടേതെങ്കിൽ പലപ്പോഴും ഈ NPD ഉള്ള സ്വഭാവ സവിശേഷതയുള്ള ഹസ്ബൻഡ് അല്ല വൈഫിനെ തിരിച്ചറിയാനായിട്ട് ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നുക അവർ ഈ ഒരു സ്വഭാവ സവിശേഷത ഉള്ള ഒരു കുറച്ച് സ്വാർത്ഥതയുള്ള ഒരു വ്യക്തിയായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ കൂടുതൽ നമ്മൾ ആ വ്യക്തിയെ ശ്രദ്ധിച്ചാൽ, അല്ല അവരുടെ പെരുമാറ്റം നമ്മൾ നിരന്തരം നിരീക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള നമ്മളെ ബ്ലെയിം ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്വഭാവത്തിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ കൂട്ടരെ മാറ്റിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് വൃഥാവിലാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പകരം അവിടെ നമുക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുക, നമ്മളുടെ ഇമോഷൻസിനും നമുക്ക് വേണ്ട കാര്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് പോകാൻ തയ്യാറാവുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത്.